മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മരുമകനും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരായി നടന്നിരിക്കുന്ന അടിക്ക് സമാനമായ സംഭവം നടത്തിയ ആ ലോക്കൽ കമ്മിറ്റിക്കകത്ത് ബേബിയുടെ സ്വന്തം ബേബിയുടെ സ്വന്തം ലോക്കൽ കമ്മിറ്റി ന്യൂ ക്ലാസ് ആണ് ഈ കേരളത്തിലെ പാർട്ടിയെ മുച്ചൂടും നശിപ്പിച്ചത്. ആ നശിപ്പിച്ചതിന് അവരക്കാരനാരാണ്? അവരക്കാരൻ കേരള റെസ്ക്യൂ ആയിരിക്കുന്ന നിങ്ങളുടെ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. നമസ്കാരം. പിണറായി വിജയൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പാണ്ഡ്യാല ഷാജി രംഗത്ത്. ഒരു ജനസേവകൻ എന്ന നിലയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന പിണറായി വിജയൻ എന്ന അഴിമതികളുടെ തമ്പുരാൻ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കേണ്ട മുഖ്യമന്ത്രിക്ക് ജനങ്ങളിൽ നിന്നും സുരക്ഷയൊരുക്കേണ്ട അവസ്ഥയാണ് ഇന്ന് കേരള പോലീസിനുള്ളത്. ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ഇല്ലാത്ത സുരക്ഷാ സംവിധാനങ്ങൾ തനിക്ക് വേണമെന്നാവശ്യപ്പെടുന്ന തരത്തിലാണ് പിണറായി വിജയന്റെ മുന്നോട്ടു പോക്ക്. ഇതിനായി താൻ തെരുവിൽ വധിക്കപ്പെടുമെന്ന പ്രതീതി സൃഷ്ടിക്കാനും പിണറായി വിജയൻ മടിക്കില്ല എന്ന് ഷാജി പാണ്ഡ്യാല പറഞ്ഞു. ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഇങ്ങനെയാണ്. അല്ല, അദ്ദേഹം പറഞ്ഞ സംഭവത്തിനോടൊന്നും ഞാനൊരു സംഭവം പരാമർശിക്കുന്നുമില്ല. അത് പരാമർശിക്കപ്പെടുകയോ പരിഗണനാർഹമായ വിഷയങ്ങളും അല്ല. കാരണം കാലം വെളുത്ത് ഒരു വിവരവും അറിയാത്തൊരു പ്രൊഫസറാണത്. കാലം വെളുത്ത് ഒരു വിവരവും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഇപ്പോഴും ഏതോ ലോകത്തിരുന്നുകൊണ്ട് എന്തിനാമോ ഇതേപോലെ ഇങ്ങനെ ക്ഷീരവല ആവർത്തനം 101 പറഞ്ഞ പോലെ അങ്ങ് പറയുകയാണ്. തിരിച്ചറിയേണ്ടതൊരു വിഷയം ഈ പാർട്ടിക്കകത്ത് പരസ്യമായിട്ട് ഇങ്ങനെ ഇപ്പോഴല്ല ഇത് വന്നത്. ഇതിനേക്കാൾ ഗംഭീരമായി വന്നിരിക്കുന്ന സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നെ മിസ്റ്റർ ജയരാജൻ അറിയാവുന്ന എനിക്കറിയില്ല. പുത്തനത്തുകാരാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കുന്ന പുത്തനത്തുകാരാണ്. പെരുവഴിയിൽ തടഞ്ഞിരിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. അറിയാമോ നിങ്ങൾക്ക്? ആ തടഞ്ഞ സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് അറിയാമോ? അത് പെരളശ്ശേരിയിലെ 3 വരിക എന്ന് പറയുന്ന AKGയുടെ വീട്ടിനടുത്താണ് തടഞ്ഞത്. അറിയാമോ നിങ്ങൾക്ക്? ഒരു വക ചരിത്രബോധം ഒന്നുമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന പാർട്ടി റിപ്പോർട്ടിംഗ് പറയാനല്ല ഒരു ഡിബേറ്റിനകത്ത് പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണെന്നറിയോ? നിങ്ങളെ ഈ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളും ആധികാരികമായി ശരിയാണെന്ന് സ്ഥിരീകരിക്കുകയാണ്. നിങ്ങൾക്ക് ആരാണ് അതിന് അവകാശം തന്നിട്ടുള്ളത്? ആരാണ് നിങ്ങൾക്ക് അവകാശം തന്നിട്ടുള്ളത്? ഈ രാജസ്ഥാനത്തിരിക്കുന്ന സ്ത്രീകൾ അവർ വിഡ്ഢികളാണോ? ആരെങ്കിലും പപ്പറ്റാണോ അവർ നാളെ പാർട്ടിയിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നല്ല ബലി കൊടുക്കാൻ തീരുമാനിച്ചിറങ്ങുന്നവരാണ് അവരാണ് പോരാളികൾ എന്ന് പറയുന്നത്. അതിന്റെ സങ്കടവും വേദനയും എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവുകയുമില്ല. ബിക്കോസ് യു ആർ നോട്ട് എ ഫൈറ്റർ. നിങ്ങൾ ഫൈറ്റർ അല്ല, നിങ്ങളുടെ പാർട്ടിക്കാരനുമല്ല. ശരിക്ക് നിങ്ങളുടെ പാർട്ടി നിൽക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ എല്ലാവിധ പ്രൊഫഷണൽ സംഭവവും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ പാർട്ടിയിൽ നിന്ന് കിട്ടാവുന്ന എന്തെങ്കിലും വലിയ ഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. അത് നിങ്ങളെ മോഹിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പാർട്ടിക്കകത്ത് ഒരു കേഡർ നിൽക്കുന്നത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുമ്പോൾ വൈകാരികമായിട്ട് ഞാൻ പറയുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കേരള റെസ്ക്യൂ ആണ് ഈ മനുഷ്യൻ. കേരള റെസ്ക്യൂ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കൾ. ഞാൻ പറയട്ടെ, പ്രാക്കുളം ഈ പറയുന്ന പ്രാക്കുളത്തെ ലോക്കൽ കമ്മിറ്റി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്തായിരുന്നു മിസ്റ്റർ ജയരാജ്? ആ ലോക്കൽ കമ്മിറ്റികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താണ്? മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മരുമകനും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരായി നടന്നിരിക്കുന്ന അടിക്ക് സമാനമായ സംഭവം നടത്തിയ ആ ലോക്കൽ കമ്മിറ്റിക്കകത്ത് ബേബിയുടെ സ്വന്തം ലോക്കൽ കമ്മിറ്റിക്കകത്ത് നടന്നില്ലേ? നിങ്ങളിത് ലോകാര്യമൊന്നും അറിയില്ല എന്നാണ്. 10 ലോക്കൽ സമ്മേളനങ്ങൾക്കകത്ത് 6 എണ്ണത്തിന് അടിയാണ് നടന്നത്. അവിടെ 6 അടിയാണത്. ഞാൻ നേരത്തെ ഉന്നയിച്ചൊരു വിഷയം ഉണ്ടല്ലോ, ഈ പറയുന്ന കരുനാഗപ്പള്ളിയിലെ ബാറിന്റെ വിഷയം. നിങ്ങൾക്കത് അറിയില്ലേ? കൊല്ലം ടൗണിനകത്തെ ബാറിന്റെ വിഷയം നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് ആര്യങ്കാവ് തെന്മല ഭാഗത്ത് വരാവുന്ന സ്പിരിറ്റ് ലോബിയെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കൊന്നും അറിയില്ല എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾക്ക് കൊല്ലം ജില്ലയിലെ പാർട്ടിയെ കുറിച്ച് ഒരു മണ്ണാങ്കട്ട നിങ്ങൾക്കറിയില്ല എന്നാണ് അർത്ഥം. ഒരു മണ്ണാങ്കട്ട നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ഇവിടെ തിരിച്ചറിയേണ്ട വിഷയം എന്താ അറിയോ? ഇവരെല്ലാവരും തന്നെ ആർഭാടപൂർണവും അതിന്റെ ഭാഗമായവരാവുന്ന ആഭിചാരങ്ങളും ചെയ്യുമ്പോൾ, ഈ ആഭിചാരങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഞാൻ ഈ പ്രൊഫസറോട് ഞാൻ ഒരു ചെറിയ നിർദ്ദേശങ്ങളോട് ഞാൻ വെക്കുകയാണ്. ഏതാണ് കുറച്ചു മുൻപ് ഒരു ചെറിയൊരു ആത്മകഥ SP കാട്ടെ അധികാരി ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പുറത്തിറക്കി വളരെ ചെറിയ ഒരു പാംപ്ലെറ്റ് പോലത്തുണ്ടാക്കുന്ന ഒരു ജീവരേഖയുണ്ട്. AB പ്രധാന്റെ ജീവരേഖയാണത്. ആ AB പ്രധാന ജീവരേഖക്കകത്ത് അവർ എഴുതി വെച്ചിട്ട് സംഭവം എന്താ പറയുക? മരിക്കുമ്പോൾ അയാളുടെ ഉച്ചത്ത് എന്താണെന്നറിയോ നിങ്ങൾ? അദ്ദേഹം ധരിക്കാറുണ്ട്, പുറത്തു പോകുമ്പോൾ ധരിക്കാറുണ്ടായിരിക്കുന്ന ഒരു കോട്ട്, ഒരു പാന്റ്, ഒരു ബാഗ്. ഇതാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഇതാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. CPM മുൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ മുഖ്യമന്ത്രിയാക്കി നിർബന്ധ ചക്രവർത്തി മരിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം? ഇട്ട ഷർട്ടും മുണ്ടും മാത്രമേ ഒന്നുമില്ല, വേറൊന്നുമില്ല. നിങ്ങൾ ഈ പാർട്ടിയുടെ നേതാക്കന്മാരാക്കുന്ന കൊല്ലം ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ ഓരോ ആളെ എടുത്തു നോക്ക്. ഓരോ ആളെ നിങ്ങൾ എടുത്തോ. ആടെ നിങ്ങളുടെ സഖാവ് NS കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന NS, ലോറി ഇടിച്ചിട്ട് കൊല്ലപ്പെട്ടിരിക്കുന്ന NS സഖാവ് PK ഗുരുദാസൻ ജീവിച്ചിരിക്കുന്നത് ഇപ്പോഴും. അതിനുശേഷം എണ്ണം പറഞ്ഞിരിക്കുന്ന ഒരു ജില്ലാ സെക്രട്ടറി നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? കൊണ്ടുവന്നിട്ടുണ്ടോ? അവിടെ നിങ്ങൾ എന്നോടാണോ പറയുന്നത്? നിലവിലുള്ള ജില്ലാ സെക്രട്ടറിക്ക് അത് ഏറ്റവും ഗൗരവമായി വായിക്കുന്ന ആരോപണം ഉന്നയിച്ചത് ആരാണ് ഉന്നയിച്ചത്?
അതും ഒരു പിന്നെ എൻജോയ് യൂണിയനകത്ത് വിട്ടിരിക്കുന്ന സ്ത്രീ അല്ലേ അല്ലേ അല്ലേ? ഒരു ട്രാൻസ്ഫർ വാങ്ങിക്കൊടുത്തതിന്റെ പിന്നെ അവരെ ശല്യം ചെയ്തതിന്റെ പോലെ ഏറിയ കമ്പനി കൊടുക്കുന്ന പരാതിയുടെ കോപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നും അറിയാം, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. പക്ഷേ ലോകത്തോട് ഉണവിളിച്ചു പറയരുത്. എന്നും പറയരുത്. ലോകത്തോട് വിളിച്ചു പറയരുത്. എന്തോ പറയുന്നത്? ഏത് ജില്ലാ നാവിലുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരുപടി പരാതികൾ വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾക്ക് ഉന്നയിച്ചു എന്ന് ഈ സ്ത്രീകൾ പറയുന്ന സംഭവമാണ്. ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പരാതികൾ ഒരിക്കലും തന്നെ ഉണ്ടായിട്ടാണെന്നറിയോ? അതിനകത്ത് ഒരിക്കലും തന്നെ മാന്യമായിരിക്കുന്ന ഒരു പരിഹാര മാർഗം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഈ പരിഹാരം ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇറങ്ങിയിട്ടില്ലല്ലോ. പറഞ്ഞതിന് ചേട്ടൻ നിങ്ങൾ പറഞ്ഞോ? ഒരാൾക്ക് പറയാൻ അതായത് നിങ്ങൾ ഇത്രയും ആന്റി ഡെമോക്രാറ്റിക് ആവില്ല. ഇത്രയും ആന്റി ഡെമോക്രാറ്റിക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുമാകുന്നത്? നിങ്ങൾ അവിടെ നിങ്ങളുടെ പാർട്ടിക്കകത്ത് കുഴപ്പമില്ല എന്ന് സ്ഥാപിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും. കുഴപ്പമുണ്ട് എന്ന് സമർത്ഥിക്കലല്ല എന്റെ പണി. ഞാൻ പറഞ്ഞത് പാർട്ടി ഇത്രമാത്രം അസംബന്ധമായ രീതിയിലേക്ക് വ്യതിചലിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞേ പിന്നെ CPIM പിന്നെ സേഫ് ഫോറം ഗ്രൂപ്പ് പിന്നെ MU എന്നല്ലേ? ആ MU എന്ന് പറഞ്ഞ പാർട്ടി ഏതായാലും യുണൈറ്റഡിന്റെ പാർട്ടി ഏതാണ്? ഏതാ പാർട്ടി അത്? ആ പാർട്ടി എന്ന് പറഞ്ഞത് പിന്നെ VB ചെറിയാനുണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയാണത്. നിങ്ങൾക്ക് അതിന് കിലോമീറ്റർ ദൂരത്തോളം നടക്കാനുള്ള ബൗദ്ധികമായി സംഭാവന കേട്ടോ കേട്ടോ? ചുമ്മാ എന്തെങ്കിലും വിളിച്ചു പറയാനാണ് ഇതിനകത്ത് കയറിയിട്ട്. VB ചെറിയാനോ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി, മുൻ പാർട്ടി സെക്രട്ടറി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. ഏതോ ഒരു ചൊറിയാൻ വിളിച്ചതാ, ഏതോ ഒരു ചൊറിയാൻ. VB ചെറിയാൻ ന്യൂക്ലിയർ ഫിസിക്സിൽ റിസർച്ച് നടത്തുമ്പോൾ എന്നറിയാം അതിന്റെ കിലോമീറ്റർ ദൂരത്താണ്. അതിന്റെ ഒരു പാരഗ്രാഫ് പോലും വായിച്ചാൽ മനസ്സിലാവില്ല. ഇപ്പോഴും നിങ്ങളുടെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർക്ക് മനസ്സിലാവില്ല. ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന് മനസ്സിലാവോ? ആളുകൾ സമതല തെറ്റിക്കാൻ വിധത്തിൽ പ്രകോപിതനാകുന്ന രീതിയിൽ സംസാരിപ്പിക്കുന്നതുകൊണ്ട് വിയോജിക്കാൻ നിങ്ങൾക്ക് എതിർക്കാം, അത് വേറെ വിഷയമാണ്. പക്ഷേ പാർട്ടിക്കകത്ത് കലാപം ചെയ്ത് പുറത്തു വരിക്കുന്നവർ മുഴുവൻ തന്നെ അധമന്മാരും മോശക്കാരുമാണ് ചിത്രീകരിക്കുന്ന ഇടപാടുണ്ടല്ലോ. ആ ഇടപാടെന്നറിയോ? ഒരു ബ്യൂറോക്രാറ്റിന്റെ ലക്ഷണമാണത്. ഈ ബ്യൂറോക്രാറ്റുകളും പാർട്ടിക്കാരും ചേർന്നുണ്ടാക്കിയ പുതിയ വർഗമാണ് ബിലോ വഞ്ചിലാസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂഗോസ്ലാവിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബിലോ വഞ്ചിലാസിക്കുന്ന ന്യൂ ക്ലാസ്. ഈ ന്യൂ ക്ലാസ് ആണ് ഈ കേരളത്തിലെ പാർട്ടിയെ മുച്ചൂടും നശിപ്പിച്ചത്. ആ നശിപ്പിച്ചതിന് അമരക്കാരനാണ്. അമരക്കാരൻ കേരള റെസ്ക്യൂ ആയിരിക്കുന്ന നിങ്ങളുടെ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. ഇതാണ് എന്റെ പോയിന്റ്. കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. കൗണ്ടർ ചെയ്യും. ചുമ്മാ എന്തെങ്കിലും പിടിച്ചു പറയാനാണ് നിങ്ങൾ. ശ്രീകുമാർ സാർ, അമ്പുകൊള്ളാത്ത നേതാക്കന്മാരില്ല. പാണ്ഡ്യാല ഷാജി ഞാൻ വരാം ഒരു നിമിഷം. ശ്രീകുമാർ സാർ പറഞ്ഞോ. യെസ്, ഒരു മിനിറ്റ്. ഇതിൽ മറ്റൊരു ഉദാഹരണം CPIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സഖാവ് പന്ന്യൻ എന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി സെൻട്രൽ കമ്മിറ്റിയിൽ സെൻട്രൽ സെക്രട്ടറി നിൽക്കുന്ന കാലമാണ്. പന്ന്യൻ ഒരാളൊരു വാച്ച് കൊടുത്തു, ഒരു ഗൗരവമുള്ള ഒരു വാച്ച് കൊടുത്തു. ഈ വാച്ച് കെട്ടിയിട്ട് നടക്കുമ്പോൾ സഖാവ് വെളിയം ഈ സംഭവം കണ്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അത്യാവശ്യം പാർട്ടി CPIയുടെ സഖാക്കളുണ്ട്, മറ്റാർക്കുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞാൽ പിന്നെ പാർട്ടി ഓഫീസിലേക്ക് പിന്നെ വെളിയെ പോയി. കുറെ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും പിന്നെ പന്ന്യൻ ചെന്നു കഴിഞ്ഞാൽ അവിടെ മുറിയിലാണ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ വെളിയം പന്ന്യനെ വിളിച്ചു. പന്ന്യനല്ല വിളിക്കുന്നത്, വെളിയം അങ്ങനെ വിളിക്കാം, പേര് വിളിക്കാം. രവി ഒന്നിങ്ങോട്ട് വരണമെന്നോ. പന്ന്യൻ രവിയായിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വെളിയത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. വെളിയം പറഞ്ഞത് എന്താണെന്നറിയോ? ഈ വാച്ച് ഗംഭീരമായ വാച്ചാണ്, അത് കാശ് കൊടുത്ത് വാങ്ങാനുള്ള പൈസ ഒന്നും തൻ്റെ കയ്യിലില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും ഗൗരവമുള്ള ഒരു വാച്ച് നിങ്ങൾ കിട്ടുമ്പോഴോ പാർട്ടി സഖാക്കൾ എന്ത് കരുതുമെന്ന് ഒന്ന് അന്വേഷിക്കണം, ഒന്ന് ആലോചിക്കണം. ഇത്രേ പറഞ്ഞുള്ളൂ. പന്ന്യൻ ഇന്നും വാച്ച് കെട്ടിയിട്ടില്ല. മിസ്റ്റർ ജയരാജ് ഇന്നും വാച്ച് കെട്ടിയിട്ടില്ല. അറിയോ? ഒരു കേഡർ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു കേഡറെ അനാസക്തനാക്കുന്നത് എങ്ങനെയാണ്? ഒരു കേഡറെ ഫൈറ്റർ ആക്കുന്നത് എങ്ങനെയാണ്? ഒരു കേഡറെ ധാർമ്മിക ബോധത്തെ ഉയർത്തുന്നത് എങ്ങനെയാണ്? ഇതാണ് അടിസ്ഥാനപരമായ വിഷയം. അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം. ഇത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? മനസ്സിലാവണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഹൃദയത്തിൽ നെഞ്ചിൽ തൊട്ടണം, ധാർമ്മികതയിൽ തൊടണം. ഈ ധാർമ്മികതയെ തൊടാൻ കഴിയാതെ ഒന്നുമല്ല. നമുക്കെന്താണ്? നമുക്ക് വേറെ കാട്ടിലെ മരം തേവടയാൻ വലിയടാ വലി. ഈ വലിയടാ വലി എന്ന് പറയുമ്പോഴാണ് ഈ കണ്ണൂർ ജില്ലയിലെ KBT 4757 CPIന്റെ ജില്ലാ കമ്മിറ്റിയുടെ കാറാണ്. ആ കാറിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി RSS കാർ വരുന്നത് ഒരു തവണ കയറിയതാണ്. പിന്നീട് മരിക്കുന്ന ഈ പറയുന്ന ഘട്ടം വരെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ എന്തായി? അപ്പൊ പാർട്ടിയുടെ സംരക്ഷണമായിരുന്നു. പിന്നീടോ
പിന്നീട് എന്തായി? ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണം. ഇനി നാളെ അയാൾക്ക് എന്ത് വേണം? ഇന്ത്യൻ പ്രധാനമന്ത്രി സെറ്റ് കാറ്റഗറിയുടെ അമിത്ഷാ സെറ്റ് കാറ്റഗറിയിലേക്ക് വിടുന്ന ഒരവസ്ഥ അയാൾ ഇതിന്റെ പേരിൽ അയാൾ ഉണ്ടാക്കാൻ പോവുകയാണ്. മിസ്റ്റർ ജയരാജ് ഇതിന്റെ പേരെ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് എഴുതി കൊടുക്കാവുന്ന ആരുണ്ടാവുന്ന DGP-മാർ ഈ കേരളത്തിൽ ഉണ്ടായിരിക്കും, DGP-മാരും ഉണ്ടായിരിക്കും. അത് വേണം ഇയാൾക്ക്. ഇല്ലെങ്കിൽ കേരളത്തിലെ തെരുവോരത്ത് വെച്ച് ഇയാൾ ആക്രമിക്കപ്പെടുമെന്ന് ആരെഴുതും പുറത്തു പറയില്ല. പകരം അത് ഇന്റലിജൻസിന് റിപ്പോർട്ടാക്കി വ്യാഖ്യാനിക്കുകയും ഇതിനേക്കാൾ ആർഭാടപൂർണ്ണമായി യാത്ര ചെയ്യുകയും ചെയ്യും. അപ്പോഴും നിങ്ങൾ പറയണം ഇത് എവിടുത്തെ പ്രതിഭാസമാണ്, ഇത് ഓച്ചിറയിലെ പ്രതിഭാസമാണെന്ന് പറയണം. ഇത് ഓച്ചിറയിലെ പ്രതിഭാസമല്ല. ഇത് പാർട്ടി മുടിഞ്ഞ് അതിന്റെ ആത്മനാശത്തിലേക്കുള്ള യാത്രയിൽ, അതിന്റെ ആത്മീയ യാത്രയിലേക്ക് നാശത്തിന്റെ യാത്രയും കൊണ്ടാകുന്ന സ്വാഭാവികമായ തവിട് ഒടിയലാവലാണ്. ഈ തവിട് ഒടിയുണ്ടാക്കുന്ന യാത്രയുടെ ആരംഭം കുറിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ചേട്ടസ്ക്യൂവിന്റെ ഭാര്യയും എവിടെയാണുള്ളത് എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ജനം തൂക്കി എറിഞ്ഞതാണ്. ഈ എറിഞ്ഞവരെ കടലിൽ എറിഞ്ഞിട്ട് ആ 2 ബോഡിയും ഇന്നേ അവരെ കരതൊട്ടില്ല. മിസ്റ്റർ ജയരാജ് ഇന്നേ അവരെ കരതൊട്ടില്ല. അതുകൊണ്ട് കാലവും ചരിത്രവും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഓച്ചിറയിലെ പ്രതിഭാസമല്ലേ, ഇത് 14 ജില്ലകളിലെയും ഈ പാർട്ടിയെ പിടിച്ചു കുലുക്കും ഈ സാധനം. നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെച്ചോ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൺ. ഇത് മാത്രമാണ് ഇപ്പോൾ പ്രാഥമികമായ റൗണ്ടിൽ മിസ്റ്റർ നമ്പ്യാർ